What's up, guys? It's me, Abel, and Mommy. How are you guys doing? ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങൾ വീണ്ടും കണ്ടിന്യൂസ് ഞങ്ങളുടെ ടാസ്കല്ലേ, നമ്മുടെ ടാർഗറ്റ് എന്തുവാ നടക്കുക അല്ലേ. രാവിലെ മടി എണീക്കാൻ അപ്പം വൈകുന്നേരമാണ് നടപ്പല്ലേ. നമുക്ക് 1 മണിക്കൂർ നടന്നു കഴിയുമ്പോൾ നമുക്ക് Stress free. ദാറ്റ് ഇസ് ട്രൂ. ഇപ്പോൾ ഒരു ചെറു കാറ്റൊക്കെ അല്ലേ, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഇന്നത്തെ ചിന്താവിഷയം നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിരിക്കണം അല്ലേ. സ്ട്രെസ് ഫ്രീ ആകാൻ അത്ര എളുപ്പമൊന്നുമല്ല, റൈറ്റ്? സ്ട്രെസ് ഫ്രീ ആകണമെങ്കിൽ നമ്മുടെ മൈൻഡ് നല്ലതായിട്ട് ഹാപ്പിനെസ് ഉണ്ടാക്കണം. ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന രീതികൾ അനാവശ്യമായ തിങ്കിങ്ങുകൾ, ഓവർ തിങ്കിങ്ങൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വന്നു ചേരും. അപ്പോൾ അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, റൈറ്റ്? അനാവശ്യമായിട്ട് ഓവർ തിങ്കിങ് വരത്തില്ലേ. അത് കുട്ടികളിലൊക്കെ സ്ട്രെസ് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബസ് കാത്തു നിൽക്കുന്നു. നമ്മൾ 10 മണിക്കുള്ള ബസ് ഓൾറെഡി 9:30 നമ്മളെത്തി. 10 മണിക്കുള്ള 10 o'clock ബസ് കാത്തു നിൽക്കുവാണേ. അപ്പോൾ 10 o'clock ബസ് അരമണിക്കൂർ കഴിഞ്ഞ് വരുന്നുള്ളെന്ന് പറയുമ്പോൾ എന്താവും? നമുക്ക് ഞാൻ ഇത്രയും നേരത്തെ വന്നിട്ടും എനിക്ക് ഇന്ന സമയത്ത് എത്താൻ പറ്റത്തില്ല. നമ്മുടെ ജോലി സ്ഥലത്ത് എത്തേണ്ടത് നമുക്ക് 11 o'clock. അപ്പോൾ ഈ ഒരു ലേറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും? ഫോർ എക്സാമ്പിൾ പറയുന്നതാണ്, നമുക്ക് സ്ട്രെസ്സാവുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ മൈൻഡ് ഇനി എനിക്ക് ആ സമയത്ത് എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റത്തില്ല, ആകെ നമ്മൾ വറീഡാവുന്നു. അപ്പോൾ ഒറ്റ കാര്യം ചിന്തിക്കുക, എങ്ങനെയാണേലും ഈ ബസ് ലേറ്റ് ആവുന്നു. അത് നമ്മുടെ കയ്യിലല്ല, നമ്മുടെ കൺട്രോളിലല്ല. അപ്പം ഡ്രസ്സ് എടുത്താലും ലേറ്റ് ആകാനുള്ളത് ലേറ്റ് ആവുന്നു, ജോലി സ്ഥലത്ത് കൃത്യമായിട്ട് എത്താൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ഒരു ബസ് ലേറ്റ് ആയെന്ന് ഓൾറെഡി ജോലി സ്ഥലത്ത് ഇൻഫോം ചെയ്യുക. ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ ലേറ്റായാണ് ബസ് വരുന്നത്, അതുകൊണ്ട് ഞാൻ അരമണിക്കൂർ ലേറ്റായിട്ടേ വരുള്ളൂ. ഇൻഫോം ചെയ്യേണ്ടത് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് മാറ്ററാണ് അല്ലേ. ഇൻഫോം ചെയ്യാതെ വറീഡായിട്ട് ഇതൊന്നും വിളിച്ച് പറയാതിരിക്കുമ്പോഴാണ് കൂടുതൽ സ്ട്രെസ് ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൊല്യൂഷനിലൂടെ യാത്ര ചെയ്യുമ്പോൾ കുറേ സ്ട്രെസ്സുകളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സ്ട്രെസ് മാനേജ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ്. ടൈം മാനേജ്മെൻറ്റ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ ലൈഫിൽ പ്രാവർത്തിയാക്കാൻ മാത്രമേ ഉള്ളൂ നമ്മൾ സക്സസ്ഫുൾ കുറച്ചെങ്കിലും ആവത്തുള്ളൂ. നമ്മൾ കംപ്ലീറ്റ്ലി എല്ലാവരും സക്സസ്ഫുൾ അല്ലല്ലോ. Or stress about school or any other stuff that you do. Sometimes people have stress about school, about their stuff that they do, like tests and stuff like that. ഓക്കെ, ചിൽഡ്രന് വരുന്ന ഒരു പ്രധാന കാര്യമാണ് ആങ്സൈറ്റി. എൻ്റെ പരീക്ഷ പാസ്സാവുമോ, എനിക്ക് ഇത്ര മാർക്ക് കിട്ടുമോ, കോൺഫിഡൻസ് ഇല്ലായ്മയല്ലേ. കോൺഫിഡൻഷ്യൽ ആയിട്ട് എനിക്ക് ഇത്ര മാർക്ക് കിട്ടത്തില്ലല്ലോ, ഞാനെന്ത് ചെയ്യും, പഠിച്ചില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മൾ ഇവിടുത്തെ രീതികളനുസരിച്ച് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണം മാർക്ക്, റൈറ്റ്? അങ്ങനെയല്ല നിങ്ങൾക്ക്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, പിന്നെന്തുവാ ലാസ്റ്റ് പരീക്ഷ, എന്തുവാണോ ലാസ്റ്റ് ഞങ്ങളുടെ ഫൈനൽ എക്സാം, ആനുവൽ എക്സാം ഇല്ലേ, അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ എക്സാം രീതി. മൊത്തം എല്ലാം ആദ്യം തൊട്ട് പഠിക്കണം. നിങ്ങൾക്ക് വെരി ഈസിയാണ്. നിങ്ങൾക്ക് ഓരോ സമയത്തും ക്രിസ്മസ് അത് കഴിഞ്ഞ് ആ സെമസ്റ്റർ കഴിഞ്ഞു, നിങ്ങളുടെ സെമസ്റ്റർ ഇപ്പോൾ അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെമസ്റ്റർ വരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു സമയത്തുള്ളത് പ്രാക്ടിക്കലായിട്ടും കുറേ കാര്യങ്ങൾക്കും വ്യത്യാസം വന്നാൽ അതല്ലേ എളുപ്പമല്ലേ. അപ്പം നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി ഡേ അന്നുള്ള കാര്യങ്ങൾ റുട്ടീനായിട്ട് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് റുട്ടീനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സിൽ കുറേ മാറ്റം വരുത്താൻ പറ്റും കുട്ടികൾക്ക് അല്ലേ. ഞാനിപ്പോൾ പറയുന്നത് ഇത്രയും എക്സ്പീരിയൻസൊക്കെ വന്നപ്പോഴാണ് എനിക്കിതിനെപ്പറ്റിയൊക്കെ മനസ്സിലാവുന്നത്. ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും എനിക്കിതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല. ഞാൻ ഭയങ്കര പഠിത്തക്കാരിയല്ലായിരുന്നു.
ഞങ്ങൾക്ക് സ്കൂളിൽ വന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കളി അങ്ങനെയുള്ള ചിന്താഗതിയായിരുന്നു ഞങ്ങളുടെ ആ കാലഘട്ടത്തിലെ. മീൻസ് പഠിത്തത്തെ പറ്റി അത്ര സീരിയസ്നെസ് അറിയില്ലായിരുന്നു. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അത്യാവശ്യം പഠിച്ചങ്ങ് കയറി പോരാൻ പറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടു പോന്നു. ഒത്തിരിയും പഠിച്ച ആളുകളില്ലേ, പലതരത്തിലും ജോലി അവർ വിചാരിച്ച ജോലി കിട്ടാത്തവരും PhD കഴിഞ്ഞ് അങ്ങനെയൊക്കെ പഠിച്ച് ട്ടുള്ളവർ ജോലി അവർ വിചാരിച്ച രീതിയിലും അവരുടെ പാഷൻ അനുസരിച്ച് ജോലി ചെയ്യാൻ പറ്റാത്തവരുണ്ട് ഇല്ലേ. ചിലർക്ക് നേഴ്സ് ആവണം എന്നല്ലായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ ഹെൽത്ത് കെയർ ഫീൽഡിൽ ആ ഒരു മേഖലയിൽ പഠിച്ചാൽ ജോലിക്ക് സാധ്യതയുണ്ട്. ജോലിയിലെ മാർക്കറ്റ് റൈറ്റ് വിച്ച് ഈസ് ട്രൂ. മാർക്കറ്റ് നോക്കിയാണ് ആളുകൾ ആണുങ്ങൾ ആദ്യമൊന്നും ആണുങ്ങൾ നേഴ്സിങ്ങിലില്ലായിരുന്നു. എന്തുകൊണ്ടാണ് നേഴ്സിങ്ങിലേക്ക് ആൺകുട്ടികളും വന്നത്? മെയിൽ നേഴ്സ് കുറവായിരുന്നു. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ മെയിൽ നേഴ്സേ ഇല്ലായിരുന്നു. പിന്നെ മെയിൽ നേഴ്സ് വരാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? വിദേശങ്ങളിലും വെളി രാജ്യങ്ങളിലും പോയി ജോലി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള ഒരു മേഖലയാണ് നേഴ്സിൻ്റെ ജോലി. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ആൺകുട്ടികളും ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. പരിപൂർണം അവർക്ക് അത്രയും താല്പര്യമുള്ള ജോലിയും കൂടി അല്ലായിരിക്കും. അവർക്ക് എൻജിനീയറിങ്, അപ്പോൾ ലോകത്തെല്ലാവർക്കും എൻജിനീയറിങ് IT ഫീൽഡും എല്ലാം കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. അത്രയും മാർക്കും വാങ്ങി പോകാനും പറ്റത്തില്ല അല്ലേ. അപ്പം സാഹചര്യങ്ങൾ കൊണ്ടാണ് പല മേഖലകളിലേക്കും ആളുകൾ ജോലി തേടി പോകുന്നതും. ജോലി ശരിക്കും നമ്മുടെ പാഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലൊന്നുമല്ല. ജോലിക്ക് വേണ്ടി നമ്മൾ ചില സാഹചര്യങ്ങളെ മുതൽക്കോട്ടായി സാഹചര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങിപ്പോകുന്നു. എനിക്ക് തന്നെ അറിയാം കുറേ പേരുണ്ട് ആൺകുട്ടികൾ നേഴ്സിങ്ങിലേക്ക് വന്നിട്ടുള്ളവർ. അവരുടെ അനുഭവങ്ങൾ they want to pick a different like IT and stuff like that. And IT and engineering field. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ എൻജിനീയറിങ്ങും ITയും അങ്ങനെയുള്ള ലെവലിൽ തന്നെ പോകാൻ പറ്റില്ലല്ലോ. ഡോക്ടറേറ്റും ഒന്നും എല്ലാവർക്കും എടുക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലാവർക്കും ജീവിക്കണ്ടേ ഭൂമിയിൽ. അവർക്ക് പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നു. എല്ലാ ജോലിക്കും എൻ്റെതായ മാന്യതയുണ്ടെന്നുള്ള രീതിയിൽ പല മേഖലകളിലേക്ക് ജോലി ചെയ്യുന്നു. അതേപോലെ തന്നെ അന്യനാട്ടിൽ വരുമ്പോൾ നമ്മൾ തുടക്കത്തിലൊന്നും നമ്മൾ ഒരു പരീക്ഷ എഴുതുകയോ പാസ്സാവുകയോ ഒന്നും ചെയ്തില്ല നേഴ്സിങ്ങിൻ്റെ. കാരണം പെട്ടെന്ന് തന്നെ പാസ്സാകാൻ പറ്റത്തില്ലല്ലോ. അപ്പം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കിട്ടുന്ന ജോലിയിൽ പ്രവേശിക്കും എല്ലാവരും. അങ്ങനെ പ്രവേശിച്ച് കുറച്ച് കാലം അതിലൊക്കെ ജോലി ചെയ്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പം കുറേ മാറി കേട്ടോ. ഇപ്പം കുറേ എല്ലാ കാര്യങ്ങളിലും മാറ്റമുണ്ട്. കുറേ മാറ്റങ്ങൾ വന്നു. കുറച്ച് എക്സാം ഈസിയാക്കി. നേഴ്സിങ്ങിൻ്റെയൊക്കെ എക്സാം കുറച്ചും കൂടെ ഈസിയാക്കി. നാട്ടിൽ നിന്ന് RPM കഴിഞ്ഞ് വരുന്നവർക്ക് ഇവിടെ RNൻ്റെ പരീക്ഷ എഴുതാം. അങ്ങനെയൊക്കെയുള്ള ലെവലിലേക്ക് ആക്കി. 2020 കൊറോണ കഴിഞ്ഞ ശേഷം അങ്ങനെയൊക്കെയുള്ളൊരു ഉപകാരങ്ങൾ വന്നു. പക്ഷേ എല്ലാവരും അവരുടെ പാഷൻ എന്ന് പറഞ്ഞാൽ ചിലർക്ക് പാഷനായിട്ട് എയർ ഹോസ്റ്റസോ അങ്ങനെയുള്ള ലെവലുകളിലൊക്കെ ആയിരിക്കും ചിലർക്ക് ഇഷ്ടം. Whatever their interest in working is, or because they don't want to pick something more harder. They want to go something more easier and more something that is what they like. Computer engineering, ITs, lots of jobs have those type of fields, or any different types of jobs they like. That is true actually. എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടത്താൻ എല്ലാവർക്കും പറ്റിയെന്നിരിക്കത്തില്ല. ചില ആളുകൾ ലക്കിലി അതാണോ പാഷൻ, ആ ഒരു പാഷന് ജോലി ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അത് വലിയൊരു സന്തോഷം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതാണോ അത് എൻജോയ് ചെയ്ത് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ജോലി വളരെ എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ട് മാറും. മീൻസ് അത് നല്ലൊരു സത്യസന്ധമായ കാര്യമാണ് അല്ലേ കൂട്ടാ? അപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എപ്പോഴും ആത്മാർത്ഥതയും ചെയ്യുന്ന ജോലിയിലൊരു എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എല്ലാം സ്മൂത്തായിട്ട് ഗോ സ്മൂത്ത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ നടത്തത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ വരുന്നത് കേട്ടോ. അപ്പം
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.